ഒരു ക്യാബേജ് മുട്ട തോരൻ കാണാം. ആദ്യം ഉള്ളി വഴറ്റുക, ഒരു പച്ചമുളകും ഉള്ളിയും പച്ചമുളകും കൂടെ വഴറ്റുക, ചെറുതായിട്ട് വഴറ്റിയാൽ മതി. അതിൻ്റെ ക്രിസ്പീനെസ്, ഉള്ളിയുടെ ഒരു ചെറിയ ക്രിസ്പീനെസ് ഇരുന്നോട്ട്. അതൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്കതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് പെപ്പർ പൗഡർ, ഇത് മൂന്നും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് നമ്മുടെ പേർപ്പിൾ ക്യാബേജ് ഇതിനകത്തോട്ട് ഇടാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കണം. ക്യാബേജ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കതിൽ ഇപ്പോൾ കാണാം ക്യാബേജ് ഒന്ന് വെന്തോ, അതൊന്നുകൂടെ ഒന്ന് ഇളക്കി വെന്തോ നോക്കുക. വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൽ മുട്ട ചേർക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പം അത് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പം ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് ക്യാബേജ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. അപ്പം മുട്ട ഞാൻ പറഞ്ഞ പോലെ 4 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇനി വെന്ത ക്യാബേജിൻ്റെ കൂടെ ഈ മുട്ടയും കൂടെ നന്നായിട്ട് ഒലത്തിയെടുക്കുക. അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു മുട്ട തോരൻ്റെ ഒരു പോലെ ഇരിക്കും. കടുക് ആക്ച്വലി ആദ്യം നമുക്ക് കടുക് പൊട്ടിക്കാം, പക്ഷേ എൻ്റെ കയ്യിൽ കടുകില്ലായിരുന്നു, അതാണ് ഞാൻ പൊട്ടിക്കാഞ്ഞ് കടുക്. പക്ഷെ കടുക് പൊട്ടിച്ചിട്ട് ഈ പ്രോസസ്സ് തന്നെ ചെയ്യുക. അവസാനം ഇത് നല്ലതായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് ഒന്ന് വറുത്ത പോലെ എടുക്കാം. അതപ്പം നല്ലൊരു മുട്ടത്തോരൻ ആവും. കുട്ടികൾക്കൊക്കെ, ക്യാബേജൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. ബിക്കോസ് മുട്ടയുടെ ടേസ്റ്റും കൂടെ വന്നിട്ട് അവർ കഴിക്കും.